സുഹൃത്തുക്കളെ, ഒരു ചൊല്ലുണ്ടല്ലോ, കാലം മാറിയാൽ സാഹചര്യങ്ങളും മാറുമെന്ന്. ഈ വാക്ക് ഇന്ന് ജപ്പാന് പൂർണ്ണമായും യോജിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയ്ക്ക് ബുള്ളറ്റ് ട്രെയിൻ നൽകുന്നതിൽ കാലതാമസം വരുത്തിയ ജപ്പാൻ ഇപ്പോൾ തന്റെ നിലപാടിൽ പൂർണ്ണമായും മാറിപ്പോയി. ആദ്യം ജപ്പാൻ തീയതികൾ നീട്ടി, വിലകൾ കൂട്ടി, ഇന്ത്യയെ കാത്തിരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ അതേ ജപ്പാൻ ഇന്ത്യയ്ക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ സൗജന്യമായി നൽകാൻ പോകുന്നു, ഒരു പൈസ പോലും വാങ്ങാതെ. വാർത്തകൾ പ്രകാരം ജപ്പാൻ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിനായി തങ്ങളുടെ VY-5-3 സീരീസ് ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയ്ക്ക് സമ്മാനമായി നൽകാൻ പോകുന്നു. ഈ ട്രെയിനുകൾ ജപ്പാൻ ഷിങ്കാൻസെൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ചവയാണ്. ലോകത്ത് ഏറ്റവും വേഗമേറിയതും വിശ്വസനീയവുമായ ട്രെയിനുകളായി കണക്കാക്കപ്പെടുന്നു. അടുത്തിടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ജപ്പാൻ മന്ത്രി ഹിരോമാസ നഗാനോയും സ്വയം ഇന്ത്യയിലെത്തി ഈ പ്രോജക്റ്റിന്റെ പുരോഗതി അവലോകനം ചെയ്തു. ഇത് ജപ്പാൻ ഇപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായ സൂചന നൽകുന്നു. പക്ഷേ ചോദ്യം ഇതാണ്: ആദ്യം ഒഴിവുകഴിവുകൾ പറഞ്ഞ ജപ്പാൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്ര ഉദാരമായി പെരുമാറുന്നു? ജപ്പാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിജമായ സുഹൃത്തായി മാറിയോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുവോ? ലോകമെമ്പാടും ജപ്പാൻ ഇത്ര ചെലവേറിയ ട്രെയിനുകൾ ഇന്ത്യയ്ക്ക് സൗജന്യമായി എന്തിനു നൽകുന്നുവെന്ന ചർച്ച നടക്കുന്നു. അസൽ കാര്യം ഇതാണ്: ആദ്യം ഈ പ്രോജക്റ്റിൽ ജപ്പാൻ വശത്ത് നിന്ന് വലിയ കാലതാമസം ഉണ്ടായി. ഇന്ത്യ പലതവണ ഓർമ്മിപ്പിച്ചിട്ടും ജപ്പാനിൽ നിന്ന് വെറും ഉറപ്പുകൾ മാത്രമേ വന്നുള്ളൂ. എന്നാൽ പെട്ടെന്ന് ജപ്പാൻ മീഡിയയിൽ ഒരു റിപ്പോർട്ട് വന്നു. അതിൽ ജപ്പാൻ ഇന്ത്യയ്ക്ക് 2 ബുള്ളറ്റ് ട്രെയിനുകൾ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞു. ആദ്യം ആരും വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് ഇന്ത്യൻ സർക്കാർ തന്നെ ഇത് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ജപ്പാൻ ഈ ട്രെയിനുകൾ സൗജന്യമായി നൽകാൻ പോകുന്നത് വ്യക്തമായി. പക്ഷേ അസൽ ചോദ്യം ഇതാണ്: എന്തിന്? ജപ്പാൻ തങ്ങളുടെ മുൻകാല തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നുവോ, അതോ ഇതിന് പിന്നിൽ സാമ്പത്തികമോ തന്ത്രപരമോ ആയ കാരണങ്ങൾ ഉണ്ടോ? കാരണം ഇക്കാലത്ത് ലോകത്ത് ഏത് രാജ്യവും സ്വാർത്ഥമില്ലാതെ ഒന്നും നൽകില്ല, പ്രത്യേകിച്ച് ജപ്പാൻ പോലുള്ള രാജ്യം ഒരിക്കലും നൽകില്ല. ഇപ്പോൾ ഈ പൂർണ്ണ വികാസം എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാം. പക്ഷേ ഇതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഞങ്ങൾ നിങ്ങൾക്കായി ദിവസവും ഇത്തരം വിവരങ്ങൾ നിറഞ്ഞ വീഡിയോകൾ ആഴമായ ഗവേഷണത്തോടെ കൊണ്ടുവരുന്നു. ഇവിടെ നിന്ന് കഥ കൂടുതൽ രസകരമാകുന്നു. ജപ്പാൻ ഇന്ത്യയ്ക്ക് സൗജന്യമായി നൽകാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ട്രെയിനുകളല്ല. ഈ ട്രെയിനുകൾ ടെസ്റ്റിംഗിനും ഇൻസ്പെക്ഷനുമായി നൽകപ്പെടുന്നു. അതായത് ഈ ട്രെയിനുകളിലൂടെ ഇന്ത്യയിലെ ചൂട്, മഴ, പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ബുള്ളറ്റ് ട്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പരീക്ഷിക്കപ്പെടും. ഇതിലൂടെ ഇന്ത്യയിലെ ട്രാക്കുകൾ, സിഗ്നൽ സിസ്റ്റങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ പരിശോധിക്കപ്പെടും. അങ്ങനെ യഥാർത്ഥ ട്രെയിനുകൾ ഓടുമ്പോൾ യാതൊരു പ്രശ്നവും വരാതിരിക്കും. ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കൂ: ജപ്പാൻ സമ്മാനം എന്ന പേരിൽ ടെസ്റ്റ് മെഷീനുകൾ അയക്കുന്നു. ഈ ടെസ്റ്റിംഗ് പൂർണ്ണമായും വിജയകരമായ ശേഷം മാത്രമേ ഭാവിയിൽ ഇന്ത്യയ്ക്ക് യഥാർത്ഥ ബുള്ളറ്റ് ട്രെയിനുകൾ, ഉദാഹരണത്തിന് VY-10 അല്ലെങ്കിൽ ആൽഫ-X സീരീസ് പോലുള്ള വേഗമേറിയതും ആധുനികവുമായ ട്രെയിനുകൾ ലഭ്യമാകൂ. അതായത് ഇപ്പോൾ നൽകപ്പെടുന്ന ട്രെയിനുകൾ ട്രയൽ റണ്ണിന്റെ ഭാഗം മാത്രം. ഇപ്പോൾ ചോദ്യം ഇതാണ്: ജപ്പാൻ ഇങ്ങനെ എന്തിനു ചെയ്യുന്നു? കാരണം ഇപ്പോൾ ഇന്ത്യ മാറിപ്പോയി. മുമ്പ് ജപ്പാന് ഇന്ത്യയ്ക്ക് തങ്ങളുടെ സഹായമില്ലാതെ ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാൻ കഴിയില്ലെന്ന് തോന്നി. പക്ഷേ ഇന്ത്യ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മിച്ചു കാണിച്ചപ്പോൾ ജപ്പാന് ഇന്ത്യ ഇനി ആരുടെയെങ്കിലും മേൽ ആശ്രയിക്കുന്ന രാജ്യമല്ലെന്ന് മനസ്സിലായി. 2025 ജനുവരിയിൽ ഇന്ത്യയിലെ ACF ചെന്നൈ സ്വദേശി ഹൈസ്പീഡ് ട്രെയിനിനായി ടെൻഡർ പുറപ്പെടുവിച്ചു. ഈ വാർത്ത ജപ്പാനിലെത്തി. ഇന്ത്യ സ്വയം ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചാൽ ജപ്പാൻ സാങ്കേതികവിദ്യയും വിപണിയും രണ്ടും നഷ്ടപ്പെടുമെന്ന് ജപ്പാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ജപ്പാൻ വേഗം തീരുമാനമെടുത്ത് ഇന്ത്യയ്ക്ക് തങ്ങളുടെ ട്രെയിനുകൾ സൗജന്യമായി നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ തങ്ങളുടെ ബന്ധത്തിൽ തുടരുകയും ജപ്പാൻ സാങ്കേതികവിദ്യയെ ആശ്രയിക്കുകയും ചെയ്യും. അതായത് ഈ സൗജന്യ ട്രെയിനുകൾ യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര തന്ത്രമാണ്, ദാനമല്ല. പക്ഷേ ഇതിൽ തെറ്റ് ജപ്പാന്റെ മാത്രമല്ല, ഇന്ത്യ വശത്ത് നിന്നും ചില പ്രശ്നങ്ങൾ ഉയർന്നു. ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറിനായി 58 കി.മീ ലൈൻ നിർമ്മിക്കണം. ഇതിന് 10,000 ഹെക്ടറിൽ കൂടുതൽ ഭൂമി ആവശ്യമാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പല കർഷകരും തങ്ങളുടെ ഭൂമി നൽകാൻ വിസമ്മതിച്ചു. ഇതോടെ പ്രോജക്റ്റിന്റെ വേഗം കുറഞ്ഞു. അതുപോലെ പ്രോജക്റ്റ് ചെലവും കൂടിപ്പോയി. ആദ്യം ഈ പ്രോജക്റ്റിന്റെ ചെലവ് ഏകദേശം 1.08 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ അത് 1.5 ലക്ഷം കോടിയിൽ കൂടുതലായി. കാരണം മെറ്റീരിയൽ ചെലവ് കൂടി, തൊഴിലാളി ചെലവുകൾ കൂടി, സാങ്കേതികവിദ്യയുടെ വിലകളും കൂടി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത്? മുന്നോട്ട് എന്താകുമെന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. ഇന്ത്യ ഈ പ്രോജക്റ്റിൽ തന്റെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുത്തില്ല. അതായത് തീരുമാനങ്ങളും മേൽനോട്ടവും ഇന്ത്യയുടെ കയ്യിലാണ്. ജപ്പാൻ ജോലി സമയത്തിന് പൂർത്തിയാകണമെന്ന് പലതവണ ഓർമ്മിപ്പിക്കപ്പെട്ടു. ജപ്പാന്റെ കാലതാമസം കൊണ്ട് ഇന്ത്യ സ്വയം തയ്യാറെടുക്കാൻ തുടങ്ങി.
ഇതോടെ ജപ്പാന് ഇന്ത്യ ഇനി വെറും കാത്തിരിക്കുന്ന രാജ്യമല്ലെന്ന് മനസ്സിലായി. ഇന്ത്യ വ്യക്തമായി പറഞ്ഞു, കാലതാമസം കൂടുതൽ ഉണ്ടായാൽ ഞങ്ങൾ സ്വയം ഞങ്ങളുടെ ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കുമെന്ന്. ഈ പ്രഖ്യാപനം ജപ്പാന് ആശങ്കയുണ്ടാക്കി. ഈ രീതിയിൽ ഇന്ത്യയുടെ ഉറച്ച നയം ജപ്പാനെ തങ്ങളുടെ തന്ത്രം മാറ്റാൻ നിർബന്ധിതമാക്കി. ഇപ്പോൾ പ്രോജക്ടിന്റെ യഥാർത്ഥ സ്ഥിതി നോക്കിയാൽ ജോലി വളരെയധികം മുന്നോട്ടു പോയി. ഏകദേശം 85 മുതൽ 95% ജോലി പൂർത്തിയായെന്ന് പറയപ്പെടുന്നു. മൊത്തം 58 കി.മീ. കോറിഡോറിൽ 323 കി.മീ. വയാഡക്ട് ജോലി പൂർത്തിയായി 399 കി.മീ. പിയറുകളുടെ ജോലിയും നന്നായി നടന്നു. ട്രാക്ക് വിരിക്കൽ ജോലിയും ആവശ്യമായ വേഗത്തിൽ നടക്കുന്നു. ഏകദേശം 211 കി.മീ. ട്രാക്ക് വിരിച്ചു. നെറ്റ്വർക്കും സിഗ്നലിംഗും കൂടാതെ 4 ലക്ഷത്തിൽ കൂടുതൽ ശബ്ദ തടസ്സങ്ങൾ സ്ഥാപിച്ചു. തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയെല്ലാം ചേർത്ത് ഭൗതിക ജോലി തുടർച്ചയായി നടക്കുന്നുവെന്ന്, സൈറ്റുകളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുവെന്ന് കാണിക്കുന്നു. ടെസ്റ്റിംഗും പ്രാദേശിക നിർമ്മാണവും ഒരേ സമയം നടക്കുന്നു. ജപ്പാൻ അയക്കുന്ന റോ 3 ഡേ 5 ട്രെയിനുകൾ ടെസ്റ്റിംഗിനായി വരും. ഇവയിലൂടെ ട്രാക്കും സിസ്റ്റങ്ങളും സമഗ്രമായി പരിശോധിക്കപ്പെടും. അതേസമയം ഇന്ത്യൻ കമ്പനികളും ഫാക്ടറികളും പഠിക്കുന്നു. ആസിഎഫ്, BML പോലുള്ള കമ്പനികൾ ഹൈസ്പീഡ് കോച്ചുകളും സിസ്റ്റങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി. NHSRCL മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികളും ടെക്നീഷ്യന്മാരും ദിവസവും ജോലി ചെയ്യുന്നു. പരിശീലനം മുതൽ പ്രാദേശിക നിർമ്മാണം വരെ എല്ലാ ഘട്ടത്തിലും ശ്രമങ്ങൾ വേഗത്തിലാകുന്നു. ഷിങ്കാൻസൻ ട്രെയിനുകൾ വരുന്നതിനു മുമ്പ് തന്നെ വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് AC ട്രെയിനുകൾ 2027 മുതൽ ഈ റൂട്ടിൽ ഓടിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഒടുവിൽ വ്യക്തമായ കാര്യം ഇതാണ്: ജപ്പാന്റെ സൗജന്യ ട്രെയിനുകൾ ദാനമല്ല, ഒരു ദീർഘകാല തന്ത്രം. ജപ്പാൻ ഇന്ത്യ തങ്ങളുടെ സാങ്കേതികവിദ്യയുമായി ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. മറുവശത്ത് ഇന്ത്യ സ്വയം ശക്തിപ്പെടുത്തി സ്വദേശി സാങ്കേതികവിദ്യയോടെ തന്റെ ജോലി നടത്താൻ കഴിയുമെന്ന് കാണിച്ചു. ഈ മത്സരം 2 രാജ്യങ്ങൾക്കും പഠിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ പൂർണ്ണമായും സ്വന്തം ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മിക്കാൻ കഴിയുമോ, അതോ ജപ്പാൻ സാങ്കേതികവിദ്യയുടെ സഹായം ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ തീർച്ചയായും പറയൂ. എന്നാൽ ഞങ്ങൾ സാധാരണയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേഗം പറയാറില്ല. പക്ഷേ ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വളരെ കഷ്ടപ്പാടും സമയവും എടുക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നതോടൊപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.